ഉസ്താദ് ഞങ്ങൾ നിലമ്പൂർ ഒരുമിച്ച് പോകുന്നുള്ളത് നോക്കാൻ വേണ്ടിയായിരുന്നു. അത് നോക്കിയോ? എൻ്റെ ഉമ്മാൻ്റെ പേര് ആയിഷ എന്നാണ്, എൻ്റെ ഉമ്മാൻ്റെ പേര് സൈനബ എന്നാണ്. നോക്കി പറയോ എന്താണ് കിട്ടിയതെന്ന് പറയോ? പോകുന്നാണോ പോകൂലെന്നാണോ ഉസ്താദിന് കിട്ടിയത്? ഞങ്ങൾക്കിടയിൽ ഇപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ എന്നാണൊന്ന് നിലമ്പൂർ തീർന്ന് പണ്ടത്തെ പോലെ ഒരു ഓക്കെ ആവാന്നുള്ളത് അറിയോ? മുന്നോട്ട് പോണ കാണുന്നില്ല, ബന്ധം മുറിയണ പോലെ കാണണം കേട്ടോ. എന്താ ഉസ്താദെ പറയണത്? ഒന്ന് നിലമ്പൂർ നോക്കി പറയോ? അപ്പൊ നേരത്തെ ഉസ്താദ് പറയുന്നത് മുന്നോട്ട് മുന്നോട്ട് എന്ന്. അവന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് അറിയാൻ പറ്റുമോ? ഇപ്പൊ മുന്നോട്ട് പോകൂലെന്ന് ഞാൻ ടൈപ്പ് ചെയ്യായിരുന്നു, അപ്പൊ അത് മുഴുവനാവാത്തത് കൊണ്ട് അങ്ങനെ വന്നത്. എന്താ അറിയില്ല, അത് മുന്നോട്ട് പോവാത്തതാണ് കാണുന്നത് കേട്ടോ. ഇതിപ്പോ മുന്നോട്ട് പോവാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് പറയോ? അതൊക്കെ ചെയ്യാം. അവന്റെ മനസ്സിൽ ഇപ്പോ എന്തെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും വന്നോ? എന്തെങ്കിലും അറിയാൻ പറ്റുമോ ഉസ്താദ്? നല്ല സ്നേഹമായിരുന്നു, നല്ല സ്നേഹമായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്തോ ഒരു മാറ്റം ഫീൽ ചെയ്യണ പോലെ തോന്നുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. മുന്നോട്ട് പോകാനുള്ളത് ഉറപ്പാണോ ഉസ്താദെ? അത് അങ്ങനെയാണ് കാണുന്നത് ഉസ്താദെ. പിന്നെ ഒരു ചെറിയ തെറ്റുണ്ട്. അവന്റെ ഉമ്മാന്റെ പേര് ആയിഷ എന്നല്ല, ആസിയ എന്നാണ് അത്രേ. ആസിയ. എന്റെ ഉമ്മാന്റെ പേര് സൈനബ. അപ്പൊ ഒന്ന് നോക്കിയിട്ട് പറയോ? ആയിഷ അല്ല, ആയിഷ കേട്ടോ, ആസിയ ആസിയ. ഉസ്താദ് ഇപ്പൊ ഒന്ന് നോക്കിയിട്ട് പറയോ പ്ലീസ്? ഉസ്താദിന്റെ മനസ്സിൽ സമാധാനത്തിനാണ്, ഒന്ന് പറയൂ പ്ലീസ്. പറഞ്ഞത് ആയിഷ അല്ല, ആസിയ ആണ് അവന്റെ ഉമ്മാന്റെ പേര്. അവന്റെ ഉമ്മാന്റെ പേര് ആസിയ, അവന്റെ പേര് ആഷിഖ്. എന്റെ ഉമ്മാന്റെ പേര് സൈനബ, എന്റെ പേര് ജാസി. അത് ഇനി വീണ്ടും ഒന്നും കൂടി അന്നേറ്റൊന്നുകൂടെ അടുക്കും, പിന്നെ ലാസ്റ്റ് പിന്നെ ഒഴിവാക്കണതാണ് കാണുന്നത്. അഡ്രസ് വെച്ചിട്ട് തന്നെ നോക്കി കേട്ടാ. ചിലപ്പോ ഒന്നും കൂടി ചാൻസ് ഉണ്ട് പഴയ പോലെ ആവാന്. പിന്നെ എന്നേക്കുമായിട്ട് വിടും. അങ്ങനെ എന്നെ ഒഴിവാക്കി പോവാണെങ്കിൽ പോലും, നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിലും അതിനുള്ള കാരണം എന്തേക്കാരും? എന്റെ അടുത്തുള്ള കാരണമാണോ അതോ അവന്റെ അടുത്തുള്ള കാരണമായിരിക്കും ഉണ്ടാവും ഉസ്താദ്? ഒന്ന് പറഞ്ഞിട്ട് അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവോ? എന്റെ അടുത്തുനിന്നൊരു കാരണം ഉണ്ടായിട്ടല്ല, അവന്റെ മനസ്സിനൊരു മാറ്റം വരേണ്ടതാണത്. ഇപ്പൊ എന്റെ ഉസ്താദ് ഒന്നും ചെയ്യാൻ പോവാണ്ടിരിക്കാൻ വേണ്ടി